كنز الكرم مولى النعم هادي الأمم പരിശുദ്ധ റമദാൻ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകാൻ കഴിയുന്ന ഈ ഒരു സമയത്ത് ഈ റമദാൻ മാസത്തിന്റെ അവസാന ഘട്ടത്തിൽ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് അതുപോലെ പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും. പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നമുക്ക് ഇതുപോലുള്ള യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെയാണ് നമ്മൾ ഇതുപോലുള്ള സംശയ നിവാരണങ്ങൾ നടത്താറുള്ളത്. ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങളും അതിനുള്ള മറുപടികളുമാണ് നമ്മൾ ഈ SKSSF അണ്ണാമലടി യൂട്യൂബ് ചാനലിലൂടെ ലക്ഷ്യമാക്കുന്നത്. അതിന് നമുക്ക് മറുപടി പറയാൻ നമ്മുടെ കൂടെയുള്ളത് കേരളത്തിലെ പ്രഗത്ഭനായ പ്രഭാഷകൻ, മലബാറിന്റെ മലമടക്കുകളെ പ്രകമ്പനം കൊള്ളിച്ച പ്രഭാഷണ വേദികളിലെ നിറസാന്നിധ്യമായ നമുക്കേവർക്കും സുപരിചിതനായ ഉസ്താദ് ഷരീഫ് റഹ്മാനിയാണ്. നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി ഉസ്താദ് നമുക്ക് പറഞ്ഞു തരും. ഏതായാലും നമ്മൾ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഒന്നാമതായി ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, വിശുദ്ധ ഇസ്ലാം ഫിത്ർ സക്കാത്ത് കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പെരുന്നാളുമായി ബന്ധപ്പെട്ട്, ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് 3-4 കാര്യങ്ങളാണ് വിശുദ്ധ ഇസ്ലാം ലക്ഷ്യീകരിച്ചിട്ടുള്ളത്. ഒന്നാമതായി, പെരുന്നാൾ സുദിനത്തിൽ ഒരു മുസ്ലിമും, ഒരു സാധുവായ ഒരു മുസ്ലിമും പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധം വിശുദ്ധ ഇസ്ലാമിനുണ്ട്. അതുകൊണ്ട് തന്നെ അർഹരായ ആളുകളിലേക്ക് ആ ഫിത്ർ സക്കാത്ത് എത്തുമ്പോൾ, പെരുന്നാൾ എന്ന് പറയുന്നത് തന്നെ ആഘോഷത്തിന്റെ ദിനമാണ്, സുഭിക്ഷമായി ഭക്ഷണം കഴിക്കേണ്ട ദിവസമാണ്. 30 ദിവസം പകലിൽ അന്നപാനീയങ്ങൾ ഹറാമായിരുന്നു. ഇനി പെരുന്നാളിന്റെ ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കൽ ഹറാമാണ്. അതുകൊണ്ട് അന്ന് എല്ലാ വീടുകളിലും അടുപ്പ് പുകഞ്ഞിരിക്കണം, ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നൊരു ലക്ഷ്യം ഇതിലൂടെ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. രണ്ടാമതായി, സക്കാത്തുൽ ഫിത്റിനെ സംബന്ധിച്ച് സക്കാത്തുൽ ബദൻ എന്നാണ് പറയുക. സക്കാത്തുൽ ബദൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ സക്കാത്ത്, നമ്മുടെ ശരീരത്തിന്റെ ടാക്സ് ആണ് യഥാർത്ഥത്തിൽ സക്കാത്ത്, ഈ ഫിത്ർ സക്കാത്ത്. ഒരു വാഹന നിരത്തിൽ അടക്കണമെങ്കിൽ നമുക്ക് വർഷാവർഷം ടാക്സ് അടക്കണം എന്നതുപോലെ നമ്മുടെ ശരീരത്തിന് ഈ ഭൂമിയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെ ഈ ഭൂമിയിൽ ചലിപ്പിക്കണമെങ്കിൽ ഓരോ വർഷങ്ങളിലും ഈ സക്കാത്തുൽ ബദൻ, ശരീരത്തിന്റെ സക്കാത്ത് കൊടുത്തിരിക്കണം എന്ന ലക്ഷ്യം ഇസ്ലാമിലുണ്ട്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരങ്ങളിൽ വരുന്ന ന്യൂനതകളെ പരിഹരിക്കാനാണ് വിശുദ്ധ ഇസ്ലാം സഹുവിന്റെ സുജൂദിനെ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നതുപോലെ നോമ്പിൽ വരുന്ന ന്യൂനതകൾ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നോമ്പിന്റെ സമയത്ത്, നോമ്പുകാലങ്ങളിൽ അനാവശ്യമായ സംസാരങ്ങൾ, അനാവശ്യമായ ചിന്തകൾ, അനാവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോമ്പിന്റെ സമ്പൂർണ്ണതക്ക് കോട്ടം വരുത്തുന്നതാണ്. അങ്ങനെയുള്ള ന്യൂനതകളെ പരിഹരിക്കാൻ സക്കാത്തുൽ ഫിത്ർ കൊണ്ട് സാധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് എടുത്തു ധരിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ 4-മതായി ഒരു ഹദീസിൽ കാണാം, ഇന്ന സൗമ റമളാന മുഅല്ലഖുൻ ബൈന സമാഇ വൽ അർളി. റമളാൻ മാസത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എടുത്ത നോമ്പുകൾ ആകാശഭൂമികൾക്കിടയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. യുർഫഉ ലാ യുർഫഉ ഇല്ലാ ബി സക്കാത്തുൽ ഫിത്രി. അത് ഇനി ആകാശത്തേക്ക് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയരണമെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുത്തിരിക്കണം. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് വരെ ഈ അമൽ, ഈ നോമ്പെന്ന് പറയുന്ന അമൽ ആകാശഭൂമികൾക്കിടയിൽ ബന്ധിക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇതിൽ കാണാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ലക്ഷ്യപൂർത്തീകരണങ്ങളൊക്കെയാണ് പരിശുദ്ധ ഇസ്ലാം സക്കാത്തുൽ ഫിത്റിലൂടെ മുന്നോട്ട് വെക്കുന്നത്, ലക്ഷ്യമാക്കുന്നത്. പിന്നെ നമുക്കൊരു സംശയം ഉണ്ടാവുന്നത്, ചെറിയ കുട്ടികൾക്ക് സക്കാത്ത് കൊടുക്കണോ, അതുപോലെ ആർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നൊരു സംശയം ഉണ്ടാവുന്നുണ്ട്. അതിനെ പറ്റി സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു മനുഷ്യൻ ചെലവിന് കൊടുക്കൽ അനിവാര്യമായ തന്റെ ചെലവിൽ കഴിയുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും സക്കാത്ത് കൊടുക്കണം.
അപ്പോ ഒരു കുടുംബനാഥൻ അവന്റെ കീഴിലുള്ള അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അതുപോലെ തന്നെ പ്രായം ചെന്ന മാതാപിതാക്കൾ അവന്റെ കൂടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ തന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അതേ സമയത്ത് കല്യാണം കഴിച്ചു വിട്ട ഒരു മോളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കല്യാണം കഴിച്ച മോൾക്ക് ആരാ കൊടുക്കേണ്ടത്? അവളുടെ ഭർത്താവാണ് കൊടുക്കേണ്ടത്. നിക്കാഹ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ നിക്കാഹ് കഴിയുന്നതോടുകൂടി അവളുടെ എല്ലാ ഉത്തരവാദിത്വവും ഭർത്താവിൽ നിക്ഷിപ്തമായി. അപ്പോൾ സ്വാഭാവികമായും ആ നിക്കാഹ് കഴിഞ്ഞ കുട്ടി ഈ ഉപ്പയുടെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും ചെലവിന് കൊടുക്കൽ ഈ ഭർത്താവിനാണ് ബാധ്യത എന്നതുകൊണ്ട് ഈ നിക്കാഹ് കഴിഞ്ഞ കുട്ടിയുടെ കൂട്ടിക്കൊണ്ടു പോയിട്ടില്ലെങ്കിലും, കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടില്ലെങ്കിലും ഈ നിക്കാഹ് കഴിഞ്ഞ പെൺകുട്ടിയുടെ ഫിത്ർ സക്കാത്ത് ആ ഭർത്താവിനാണ് ബാധ്യതയുള്ളത്. പിന്നെ ആർക്കൊക്കെയാണ് ഈ സക്കാത്ത് കൊടുക്കേണ്ടത്? അതിന്റെ അവകാശികൾ? സക്കാത്തിന്റെ അവകാശികൾ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞ അവകാശികളുണ്ട്. അതിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കുന്നത് 4 or 5 അവകാശികളാണ്. അതിൽ ഒന്നാമത്തത് ഫക്കീറാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ജോലിയുമില്ല, വരുമാനവുമില്ല. ജോലിയും വരുമാനവും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് ഫക്കീർ എന്ന് പറയുന്നത്. അവർ സക്കാത്തിന്റെ അവകാശികളാണ്. അതുപോലെ രണ്ടാമതായി മിസ്കിന്മാർ. മിസ്കിൻ എന്ന് പറയുന്നത് ജോലിയുണ്ട്, വരുമാനമുണ്ട്, പക്ഷെ കിട്ടുന്നത് തികയുന്നില്ല. അവരാണ് ജീവിതം തട്ടിമുട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ പ്രയാസപ്പെടുന്ന ആളുകളാണ് മിസ്കിന്മാർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വിഭാഗം കടക്കാരാണ്. കടക്കാരെന്ന് പറയുമ്പോൾ അനുവദിക്കപ്പെട്ട ഇസ്ലാം അനുവദിച്ച അനുവദിച്ച കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുകയും എന്നിട്ടത് മടക്കി കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് കടക്കാരെന്ന് പറയുന്നത്. പിന്നെ നാലാമതായി പുതുവിശ്വാസികളാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ, പുതുവിശ്വാസികൾ, മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയും. മുഅല്ലഫത്തുൽ ഖുലൂബ് അങ്ങനെയുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കണം. അവർ സമ്പന്നരായാൽ പോലും കൊടുക്കണമെന്നാണ് മഹാന്മാരെ ഫുഖഹാ രേഖപ്പെടുത്തിയത്. കാരണം അവരെ ഇസ്ലാമിൽ പിടിച്ചു നിർത്താനും അതുപോലെ ഇസ്ലാമിനോട് കൂടുതൽ താല്പര്യവും അതുപോലെ തന്നെ കൂടുതൽ മമതയും ഉണ്ടാകാൻ വേണ്ടി ഇത് ഉപകരിക്കുമെന്നൊരു ഹിക്മത്ത് മഹാന്മാരെ ഫുഖഹാ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു സംശയം, എന്താണ് കൊടുക്കേണ്ടത്? ഒരുപാട് ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ നിന്ന് എന്താണ് നമ്മൾ ഈ ഫിത്ർ സക്കാത്തായി കൊടുക്കുന്നത്? ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതിനെ സംബന്ധിച്ച് കിതാബുകളിൽ ഉലമാ അയിമ്മത്ത് രേഖപ്പെടുത്തിയത് ഗാലിബു ഖൂത്തുൽ ബലദി എന്നാണ്. അഥവാ ഒരു നാട്ടിലെ മുഖ്യ ആഹാരമാണ് കൊടുക്കേണ്ടത്. അതിന്റെ അളവ് കൂടെ എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലും വ്യത്യസ്ത മുഖ്യാഹാരങ്ങളായിരിക്കും. ചില സംസ്ഥാനങ്ങളിലൊക്കെ ചോളം അതുപോലെ ഗോതമ്പ് പോലെയുള്ള വസ്തുക്കളാണ് മുഖ്യ ആഹാരമായി ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ നമുക്ക് മുഖ്യ ആഹാരം എന്ന് പറയുന്നത് അരിയാണ്. അപ്പൊ അരി തന്നെ കൊടുക്കണം. അരി തന്നെ കൊടുക്കണം. അതാണ് നമ്മുടെ നാട്ടിലെ ഗാലിബു ഖൂത്തുൽ ബലദ് എന്ന് പറയുന്നത്, മുഖ്യ ആഹാരം. അതിന്റെ അളവ് എന്ന് പറയുമ്പോൾ അവിടെയാണ് ചില കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടാകാറുള്ളത്. എന്ന് പറഞ്ഞാൽ കാരണം കിതാബുകളിൽ അതിന്റെ അളവ് പറഞ്ഞത് വഹിയ സ്വാഹുൽ, ഒരു സ്വാഹ് കൊടുക്കുക എന്നാണ്. ഒരു സ്വാഹ് എന്ന് പറയുന്നത് 40 അംദാദി, 4 മുദ്ദാണ്. ഈ 4 മുദ്ദിന്റെ അളവ് എന്ന് പറയുന്നത് 3,200 ലിറ്ററാണ്. അതിന്റെ തൂക്കം കൃത്യമായി കിതാബുകളിൽ വിശദീകരിച്ചിട്ടില്ല, അളവ് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ 3,200 ലിറ്റർ അരി കൊടുത്താൽ ഒരു സ്വാഹ്. ഈ 3,200 ലിറ്റർ എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ് എന്നതാണ് പ്രശ്നം. നമ്മൾ തൂക്കമായിട്ട് കൊടുക്കുന്ന സമയത്ത് അത് എത്രയാണ് തൂക്കം വരുന്നത് എന്നൊരു വിഷയമുണ്ട്. അത് നമ്മൾ കണക്കാക്കുന്നത് ചില ആളുകളൊക്കെ 2,200 പറയും, ചില ആളുകൾ 2,500 പറയും, ചില ആളുകൾ 2,700. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായമാണ് പലരും പറയാറുള്ളത്. അത് എന്തുകൊണ്ട് അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ അരികളുടെ ഭാരത്തിൽ വ്യത്യാസങ്ങളുണ്ട് എന്നാണ്. അപ്പോ തൂക്കി നോക്കുന്ന സമയത്ത് 3,200 ലിറ്റർ വരുമ്പോ ഭാരത്തിന്റെ കാര്യത്തിൽ വ്യത്യാസങ്ങൾ വരുന്നതിനനുസരിച്ചാണ് തൂക്കത്തിൽ കിലോഗ്രാമിന്റെ കണക്ക് വ്യത്യാസം വരുന്നത്. അപ്പോ കൃത്യമായ ഒരു അളവ് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ ഏത് അരി കൊടുക്കുന്നു അതിന്റെ ഭാരം കൂടെ കണക്കാക്കി നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മളൊരു 3 കിലോഗ്രാം അരി കൊടുത്താൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി 3 കിലോഗ്രാം അരി കൊടുത്താൽ ഒരിക്കലും അത് ഏത് അരിയാണെങ്കിലും കുറവാകില്ല. അതാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പല പ്രദേശങ്ങളിലായിരിക്കും ജോലി ചെയ്യുക. അവരുടെയൊക്കെ ഫിത്ർ സക്കാത്ത് എവിടെ വെച്ചാണ് കൊടുക്കേണ്ടത്? അവരുടെ ഫിത്ർ സക്കാത്ത് ഒരു മനുഷ്യൻ മാസപ്പിറവി കാണുന്ന സമയത്ത്, ശവ്വാൽ മാസപ്പിറവി കാണുന്ന സമയത്ത് ആ മഗ്‌രിബിന്റെ ടൈമിൽ എവിടെയാണോ ഉള്ളതെങ്കിൽ അവിടെ കൊടുക്കണമെന്നാണ്. അപ്പൊ പ്രവാസികളായ സുഹൃത്തുക്കൾ ഗൾഫിലാണ്, അവര് അവിടെ കൊടുക്കണം. അതുപോലെ തന്നെ ഭാര്യയും മക്കളും അവരുടെ വീട്ടിലാണുള്ളത്,
ഭർത്താവിന്റെ വീട്ടിലും ഭാര്യയും മക്കളും അവരുടെ വീട്ടിലാണുള്ളെങ്കിൽ അവന്റെ സക്കാത്ത് അവന്റെ നാട്ടിൽ കൊടുക്കണം, ഭാര്യ മക്കളുടെ സക്കാത്ത് അവരുടെ നാട്ടിൽ കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ സമയം, ഫിത്ർ സക്കാത്തിന്റെ സമയം എപ്പോഴാണ് കൊടുക്കേണ്ടത്, അതുപോലെ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി അതെ ഇത് കൊടുക്കേണ്ട സമയം പെരുന്നാളിന്റെ അന്ന്, പെരുന്നാൾ മാസപ്പിറവി കണ്ടത് മുതൽക്കാണ് കൊടുക്കേണ്ടത്. ശവ്വാൽ മാസപ്പിറവി കണ്ട ആ പെരുന്നാളിന്റെ മഗ്‌രിബ് മുതൽ ഇതിന്റെ സമയം തുടങ്ങും. പിറ്റേ ദിവസം അഥവാ പെരുന്നാളിന്റെ പകൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് ഇതിന്റെ ടൈം. റമദാൻ 1 മുതലേ കൊടുക്കാൻ പറ്റും ചില നിബന്ധനകളോടുകൂടി. ഞാനിപ്പോൾ തൽക്കാലം വിശദീകരിക്കുന്നില്ല. റമദാൻ 1 മുതലേ കൊടുത്തു തുടങ്ങാമെന്ന് മഹാന്മാരായ ഉലമാ പറയുന്നത് ചില നിബന്ധനകൾക്ക് വിധേയമായി. പൊതുവെയുള്ള അതിന്റെ കൃത്യമായ ടൈം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ പെരുന്നാൾ മാസപ്പിറവി കണ്ട ആ മഗ്‌രിബിന്റെ ടൈം മുതൽ പിറ്റേ ദിവസം പെരുന്നാളിന്റെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടയിലുള്ള 24 മണിക്കൂറാണ്. ഇതിൽ ഏറ്റവും അഫ്ദലായ ടൈം എന്ന് പറയുന്നത് നിസ്കാരം തുടങ്ങുന്ന ഇമാമ് നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന ഇതിന്റെ ഇടയിൽ കൊടുത്തു വിട്ടണമെന്നാണ്. ആവശ്യമില്ലാതെ പിന്തിക്കാൻ പാടില്ല. ഇനി പെരുന്നാളിന്റെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടയിൽ നിർബന്ധമായി കൊടുത്തിരിക്കണം. അതിനുശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഖളാ ആയിട്ടാണ് പരിഗണിക്കുക. ഈ സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം വന്നല്ലോ, അത് വിശദീകരിക്കുകയാണ്. പിന്നെ അത് ഖളാ കൂട്ടണം. നമ്മളിപ്പോ ഒരു സമയത്ത് ളുഹറിന്റെ ടൈമിൽ ളുഹർ നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഖളാ കൂട്ടൽ നിർബന്ധമാണ്. എന്നതുപോലെ ഈ പെരുന്നാളിന്റെ ദിവസം ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ സാധ്യമായില്ലെങ്കിൽ, വല്ല കാരണങ്ങളെ കൊണ്ട് സാധ്യമായില്ലെങ്കിൽ അത് നിർബന്ധമായും ഉടനെ തന്നെ ഖളാ കൂട്ടേണ്ടതുമാണ്. പിന്നെ ഒരാളുടെ ഫിത്ർ സക്കാത്ത് എത്ര ആൾക്ക് കൊടുക്കണം? ഒരാളുടെ ഫിത്ർ സക്കാത്ത് ഉദാഹരണം പറഞ്ഞാൽ 3 കിലോ അരിയാണ് ഒരാളുടെ ഫിത്ർ സക്കാത്ത് നമ്മൾ കണക്കാക്കുന്നത്. അത് എത്ര ആൾക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് ഷാഫി മദ്ഹബിൽ ആ വിഷയത്തിൽ മഹാന്മാരായ ഉലമാ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത് നിലവിലുള്ള മുഴുവൻ വിഭാഗങ്ങളിൽ നിന്നും 3 ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഫഖീറിൽ നിന്ന് 3 ആൾക്ക്, മിസ്കിന്മാരിൽ നിന്ന് 3 ആൾക്ക്, അതുപോലെ തന്നെ കടക്കാരിൽ നിന്ന് 3 ആളുകൾക്ക് ഇത് തിരിച്ചു കൊടുക്കാമെന്നാണ്. പക്ഷെ അത് ഒരു സ്വാഭാവികമായും അതിന് പ്രയാസമുള്ള സംഗതിയാണെന്ന് നമുക്കറിയാം. കാരണം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുള്ളൂ ഒരാളുടെ അരി എങ്ങനെ ചെയ്യുമ്പോൾ. അവിടെ നമ്മൾ ഇങ്ങനെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോ വിഭാഗത്തിൽപ്പെട്ട 3 ആൾക്ക് കൊടുക്കണമെന്നില്ല. പിന്നെ എന്ത് ചെയ്യാം? ഓരോ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് കൊടുത്താലും മതി. ഇനി സൗകര്യത്തിന് വേണ്ടി ഒരാൾക്ക് കൊടുത്താലും മതി എന്ന അഭിപ്രായവും മദ്ഹബിലുണ്ട് എന്നാണ് മഹാന്മാരായ ഉലമാ വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് ആളുകൾക്ക് സംശയം വരുന്നത്, നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ സക്കാത്തിന്റെ അരി അത് അങ്ങ് തന്നെ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഈ സക്കാത്ത് വാങ്ങുന്ന ആള് കൊടുക്കാനും ബാധ്യസ്ഥനായിരിക്കും. അപ്പോ ഞാൻ സക്കാത്തിന്റെ അവകാശിയാണ്, നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ട ആളാണ്. നിങ്ങൾ എനിക്ക് സക്കാത്ത് തന്നു, ഞാനത് വാങ്ങി, നിങ്ങളും സക്കാത്തിന്റെ അവകാശിയാണ്. അപ്പൊ നിങ്ങൾ എനിക്ക് ഫിത്ർ സക്കാത്തായി തന്ന അതേ അരി തന്നെ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നാണല്ലോ ചോദ്യം. അതെ, ഇവിടെ എനിക്ക് നിങ്ങൾ ഫിത്ർ സക്കാത്ത് തരുന്നതോടുകൂടി അത് എന്റെ ഉടമസ്ഥതയിലായി, എന്റെ മിൽക്കിലായി, അത് പിന്നെ എന്റേതാണ്. അത് എന്ത് ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട്. അപ്പോൾ അത് എന്റേതായതുകൊണ്ട് അത് എന്റെ ഫിത്ർ സക്കാത്തിന്റെ അരി ഞാൻ ഇനി പുറത്തുനിന്ന് വേറെ കടയിൽ നിന്ന് വാങ്ങി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ അരി തന്നെ നിങ്ങൾക്ക് തന്നാൽ ആ ഫിത്ർ സക്കാത്ത് വീടും എന്നാണ് ഉലമാ വിശദീകരിച്ചത്. പിന്നെ ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നമുക്ക് റേഷനരിയൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടാകും. അപ്പോ റേഷനരി ഫിത്ർ സക്കാത്തായി കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം കൂടി. റേഷനരി ആയി എന്നതുകൊണ്ട് വിഷയമില്ല, പക്ഷെ ഭക്ഷ്യയോഗ്യമാകണം എന്നുള്ളതാണ്. ഭക്ഷ്യയോഗ്യമായ ഏതരിയും നമുക്ക് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കാം. അപ്പോ നമുക്ക് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരുപാട് സംശയങ്ങൾക്ക് ബഹുമാന്യരായ ഉസ്താദുകളുടെ മറുപടി പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പ്രധാനമായും മറ്റൊരു കാര്യം ചർച്ച ചെയ്യാനുണ്ടാവുക, അല്ലെങ്കിൽ സംശയത്തിന് ഇടവരുത്താനുള്ള ഒരു സംഭവം ഉള്ളത് നമ്മുടെ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട നിസ്കാരത്തിന്റെ കാര്യം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊരു സംശയം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ പള്ളികളിൽ നിന്നൊക്കെ ഉസ്താദുമാര് ഈ റമദാന്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അതിനെപ്പറ്റി പറഞ്ഞു തരലുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണല്ലോ. അപ്പോ പരിശുദ്ധ ഈ ഒരു ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ബഹുമാന്യരായ ഉസ്താദ് അതിന്റെ നിസ്കാരങ്ങളെ പറ്റി മറ്റൊക്കെ നമുക്ക് വിശദീകരിച്ചു തന്നാൽ ഇൻഷാ അല്ലാഹ്.
അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറിയ പെരുന്നാൾ നിസ്കാരം, ബലി പെരുന്നാൾ നിസ്കാരം, രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് വിശുദ്ധ ഇസ്ലാമിലുള്ളത്. അതിൽ സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വളരെ പവിത്രമായ സുന്നത്ത് നിസ്കാരമാണ് പെരുന്നാളിന്റെ നിസ്കാരം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിലാണ്. ചെറിയ പെരുന്നാളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ നമുക്ക് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് പള്ളികളിൽ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റാത്ത വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് നിലകൊള്ളുന്നത്. പക്ഷേ അത് കരുതി നമുക്ക് നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. പെരുന്നാളിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പെരുന്നാൾ നിസ്കാരം തന്നെയാണ്. അതുകൊണ്ട് പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും നമ്മുടെ വീടുകളിൽ വെച്ച് നമ്മളത് കൃത്യമായി നിർവഹിച്ചിരിക്കണം. കുടുംബത്തോടൊപ്പം നിസ്കരിക്കാനുള്ള ഒരു അവസരം തന്നിരിക്കുകയാണ് നമുക്കിപ്പോൾ. നമ്മുടെ വീടുകളിൽ വെച്ച് നമ്മളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ സുന്നത്ത് നിസ്കാരം നിർവഹിക്കണമെന്നാണ് വളരെ വിനയത്തോടുകൂടി സൂചിപ്പിക്കാനുള്ളത്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും പള്ളിയിലൊക്കെ ഇമാമിന്റെ കൂടെ ആകുമ്പോൾ സംശയമല്ല, ഇമാമുകൾ അത് കൈകാര്യം ചെയ്തോളൂ, അവർക്ക് അത് കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്തോളൂ. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നമ്മൾ അതിന്റെ വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ഒന്നോ രണ്ടോ തവണ മാത്രം ഉള്ള ഒരു നിസ്കാരമായതുകൊണ്ട് ഒരു പക്ഷെ നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുപോലെ അതിനെപ്പറ്റി കൃത്യമായ ഒരു അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് അത് വിശദീകരിക്കുന്നത്. ചെറിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്തുകൊണ്ടാണ് പെരുന്നാൾ നിസ്കരിക്കേണ്ടത്. 3 രൂപമാണ് ഇതിനുള്ളത്. പെരുന്നാൾ നിസ്കാരത്തിന് 3 രൂപമാണ്. ഏറ്റവും ലളിതമായ രൂപം, പിന്നെ ഒന്നുകൂടെ പൂർണ്ണമായ രൂപം, പിന്നെ ഏറ്റവും സമ്പൂർണമായ രൂപം. അതിൽ ഏറ്റവും ലളിതമായ രൂപം എന്ന് പറയുന്നത്, മിനിമം രൂപം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുക. നമ്മളിപ്പോ ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷം റവാത്തിബ് നിസ്കരിക്കാറുണ്ടല്ലോ, എന്നതുപോലെ 2 റക്അത്ത് നിസ്കരിക്കുക. എന്നാലും നിസ്കാരത്തിന്റെ കൂലി കിട്ടും. അപ്പോ ചെറിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി ഖിബലയിലേക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. ജമാഅത്തായിട്ടാണെങ്കിൽ ബാങ്കും ഇഖാമത്തും സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ആവശ്യമില്ല. ബാങ്കും ഇഖാമത്തും സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ആവശ്യമില്ല, സുന്നത്തില്ല. അങ്ങനെ നിയത്ത് ചെയ്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുക. അതാണ് അതിന്റെ ഏറ്റവും മിനിമം രൂപം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ പൂർണ്ണമായ രൂപം, ഒന്നുകൂടെ അതിന്റെ പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത് നമ്മുടെ പള്ളികളിലൊക്കെ സാധാരണ നമ്മൾ പെരുന്നാൾ നിസ്കരിക്കുന്നത് പോലെ നേരത്തെ പറഞ്ഞ നിയത്ത് ചെയ്തുകൊണ്ട് തക്ബീർ ചൊല്ലുക. തക്ബീർ ചൊല്ലിയതിനു ശേഷം വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതിയിട്ട് 1ാമത്തെ റക്അത്തിൽ 7 തക്ബീറുകൾ ചൊല്ലുക. അല്ലാഹു അക്ബർ അങ്ങനെ ഉറക്കെ ചൊല്ലണമെന്നാണ്. ഓരോ തക്ബീറുകളും ഉറക്കെയാണ് ചൊല്ലേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇങ്ങനെ ഓരോന്നിനും തക്ബീർ ചൊല്ലി കൈ കെട്ടണം. ഈ ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന വളരെ പുണ്യകരമായ ഒരു ദിക്റുണ്ട്. ആ ദിക്റാണ് ചൊല്ലേണ്ടത്. അങ്ങനെ 7 തവണ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം ഒരു സൂറത്ത് ഓതുക. അതിൽ സുന്നത്തായ സൂറത്തുകളുണ്ട്. നമ്മൾ സാധാരണ ഓതാറുള്ളത് സൂറത്തുൽ അഅല, അതറിയാത്തവർക്ക് ഏത് സൂറത്തും ഓതാം. ഇനി സൂറത്ത് ഓതിയില്ലെങ്കിലും നിസ്കാരത്തിന്റെ സാധുതക്ക് അത് പ്രശ്നമല്ല. സൂറത്ത് ഓതൽ സുന്നത്താണ്. പിന്നെ നമ്മളെ ഈ തക്ബീർ ഇടയിൽ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അത് വീണ്ടെടുക്കാൻ പാടില്ല. അത് ഹൈഅത്ത് സുന്നത്താണ്. ഈ പിന്നെ തക്ബീറുകൾ ഹൈഅത്ത് സുന്നത്തുകളായതുകൊണ്ട് ഇത് മറന്നുപോയാൽ അതിന്റെ കൂലി നഷ്ടപ്പെടും എന്നല്ലാതെ അത് ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ വീണ്ടെടുക്കാൻ പാടില്ല, അതിലേക്ക് മടങ്ങി വരാൻ പാടില്ല. സഹവിന്റെ സുജൂദും ഇതിനില്ല, കാരണം ഇത് ഹൈഅത്ത് സുന്നത്താണ്. അത് ഈ തക്ബീർ ഒഴിവായി എന്നതുകൊണ്ട് നിസ്കാരത്തിന് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. അങ്ങനെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, അറിയുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക. എന്നിട്ട് റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദ്. 2ാമത്തെ റക്അത്തിലേക്ക് കടന്നു വരുന്നു. 2ാമത്തെ റക്അത്തിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന് നൃത്തത്തിലേക്ക് എത്തിയതിനു ശേഷം 5 തക്ബീർ ചൊല്ലുക. ശേഷം വീണ്ടും 5 തക്ബീർ ചൊല്ലുക. ഈ 5 തക്ബീറുകളും നേരത്തെ പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് കൂടെ വർദ്ധിപ്പിക്കൽ സുന്നത്താണ് എന്ന് ചില ഉലമാകൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ചെറിയ പെരുന്നാൾ പള്ളിയിൽ പോയാണ് ഇമാമിനോടൊപ്പം നിസ്കരിക്കാറ്. അപ്പൊ അവരൊക്കെ ഈ നിസ്കാരം കഴിഞ്ഞാൽ ഖതീബ് അവിടെ 2 ഖുതുബ നിർവഹിക്കാറുണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം. ആ ഒരു ഖുതുബ നമ്മൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം.
നിസ്കാരത്തിന്റെ കാര്യം ഒന്ന് പൂർത്തിയായി പറയട്ടെ. അപ്പൊ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി അറിയുന്ന ഒരു സൂറത്ത്. നേരത്തെ സബ്യസ്മയാണ് ഒന്നാമത്തെ റക്അത്തിൽ ഓതിയതെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ ഓതേണ്ടത് അല്ലത്താക്ക ഹദീസുൽ ഗാശിയ എന്ന സൂറത്തുൽ ഗാശിയയാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദ്, അത്തഹിയ്യാത്ത്, സലാം ഓതുക. ഇതോടുകൂടി നിസ്കാരം അവസാനിച്ചു. ഇനി ഇതിന്റെ മൂന്നാമത്തെ രൂപം, അതാണ് നിങ്ങൾ നേരത്തെ ചോദിച്ചത്, ഇതിന്റെ ഏറ്റവും സമ്പൂർണമായ രൂപം എന്ന് പറയുന്നത് ഇങ്ങനെ നിസ്കരിച്ചതിന് ശേഷം 2 ഖുത്ബ നിർവഹിക്കലാണ്. ഖുത്ബ ഇല്ലാതെ നിസ്കരിച്ചാലും നിസ്കാരം സ്വഹീഹാകും, നിസ്കാരത്തിന് പ്രതിഫലം കിട്ടും. അതേ സമയത്ത് നിസ്കാരം കഴിഞ്ഞ് ഇപ്പോ ഒരാളാണ് നിസ്കരിക്കുന്നെങ്കിൽ ഖുത്ബ ആവശ്യമില്ല. ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നെങ്കിൽ, ഇപ്പോ ജമാഅത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇമാമും ഒരു മഅ്മൂമാണ്. ഒരു ഇമാമും ഒരു മഅ്മൂമും മാത്രമായിട്ടാണ് ജമാഅത്ത് നിസ്കരിക്കുന്നതെങ്കിലും ഖുത്ബ സുന്നത്താണ്. അറിയുന്ന ഒരാള് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സദസ്സിന് അഭിമുഖമായി നിന്നുകൊണ്ട് അതിന്റെ നിബന്ധനകളൊക്കെ പാലിക്കണം. ഖുത്ബയുടെ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് 2 ഖുത്ബ നിർവഹിക്കലാണ് സമ്പൂർണമായ രൂപം എന്ന് പറയുന്നത്. ഈ 3 രൂപത്തിൽ ഏതാണോ നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യപ്പെടുന്നതെങ്കിൽ ആ രീതിയിൽ നമ്മൾ നിർവഹിക്കുക. നമ്മുടെ വീട്ടിൽ വെച്ച് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാരണവശാലും അറിയില്ല എന്ന് പറഞ്ഞ് വിട്ടു നിൽക്കാൻ പാടില്ല. നമ്മൾ കൃത്യമായി നമ്മുടെ വീട്ടിൽ വെച്ച് നിസ്കാരം നിർവഹിക്കണം. പിന്നെ സ്ത്രീകൾക്കും ഈ നിസ്കാരം സ്ത്രീകൾക്കും സുന്നത്താണ്. ഇനി രക്തബന്ധത്തിൽപ്പെട്ട മഹറമുകളായ ആളുകൾക്ക് ഒന്നിച്ച് വീട്ടിൽ വെച്ച് എന്ത് ചെയ്യാം? ഒന്നിച്ച് നിസ്കരിക്കാം. ഭാര്യയും ഭർത്താവും അതേപോലെ ഉമ്മയും മക്കളും ഒക്കെ ഒന്നിച്ച് നിസ്കരിക്കാവുന്നതാണ്. ഇനി സ്ത്രീകൾ മാത്രമുള്ള വീടാണെങ്കിൽ അവർക്കും ജമാഅത്താണ്. പക്ഷെ അവർക്ക് എന്തില്ല? അവർക്ക് ഖുത്ബ സുന്നത്തില്ല. അവര് എന്ത് ചെയ്ത നമസ്കാരം മാത്രം നിർവഹിച്ചാൽ മതി. അവർക്ക് ഖുത്ബ നിർബന്ധമില്ല. ഖുത്ബയ്ക്ക് പകരം ഇനി സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഒരു വഅദ് പറയാമെന്ന് പറയുന്നത്, അഥവാ ഒരു ഉപദേശം, ഏതെങ്കിലും ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ഉപദേശം കൊടുക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഖുത്ബ വേറെയാണ്, ഉപദേശം വേറെയാണ്. ഖുത്ബ പുരുഷന്മാരുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. ഇനി ഒരു ഉപദേശം വേണമെങ്കിൽ സ്ത്രീകൾക്ക് ഏതെങ്കിലും ഭാഷയിൽ കൊടുക്കാവുന്നതാണ്. അതിന് വിരോധമൊന്നുമില്ല. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ മഹ്റമീങ്ങളായവരും അല്ലാത്തവരുമായ സ്ത്രീകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ സഫ് കെട്ടുമ്പോ ജമാഅത്തായി നിൽക്കുമ്പോ എങ്ങനെയാണ് അതിന്റെ ഇടകലർന്ന് നിൽക്കാൻ പാടുള്ളൂ? അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. അങ്ങനെയുള്ള നിസ്കാരങ്ങൾക്ക് ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം കാണാനും തൊടാനും പറ്റുന്ന ആളുകൾ മാത്രം നിസ്കരിക്കുന്ന ഒരു അവസ്ഥ വേണം. അല്ലാത്തതിൽ ഹറാമുകളും അതുപോലെ തന്നെ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് വളരെയധികം സൂക്ഷിച്ചുകൊണ്ടേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. മഹറമുകളായ ആളുകൾ നിസ്കരിക്കുമ്പോൾ ഒന്നും പേടിക്കാനില്ലല്ലോ, ഒക്കെ കാണാൻ തൊടാൻ പറ്റുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ആ അച്ചടക്കവും എല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇബാദത്തുകളൊക്കെ നിർവഹിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചു. പിന്നെ നമ്മുടെ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് മറ്റു വല്ല നിസ്കാരം അല്ലാത്ത മറ്റു സുന്നത്തായ കാര്യങ്ങൾ, പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുന്നത്തുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പെരുന്നാളിന്റെ കുളി സുന്നത്താണ്. സുന്നത്തായ കുളി, ചെറിയ പെരുന്നാളിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയത്ത് ചെയ്തുകൊണ്ടാണ് അന്ന് കുളിക്കേണ്ടത്. അങ്ങനെ നിയത്ത് ചെയ്യാൻ മറന്നുപോയി എന്നാൽ എന്നാണ് നിസ്കാരം തന്നെയാണ്. പെരുന്നാളിൽ തന്നെ നിസ്കരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ല, അയാൾ ആ നിസ്കാരം എന്ത് ചെയ്യണം? ഖളാ കൊടുക്കണം. അതുപോലെ തന്നെ അന്ന് പിന്നെ സ്വതക്കയുമായി ബന്ധപ്പെടുക, സ്വതക്ക കൊടുക്കുക, കുടുംബ ബന്ധം ചേർക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ കുടുംബങ്ങളെ അങ്ങോട്ട് പോയി സന്ദർശിച്ചുകൊണ്ടുള്ള ഒരു വ്യാപകമായ ഒരു സന്ദർശനമൊന്നും ഈ സമയത്ത് നമുക്ക് കഴിയില്ല, കാരണം ലോക്ക്ഡൌണിന്റെ കാലമായതുകൊണ്ട്. എന്നാൽ ഗവൺമെന്റിന്റെയും ആരോഗ്യ വകുപ്പിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഫോൺ മുഖേനെങ്കിലും ആ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഫോൺ വിളിച്ചിട്ടെങ്കിലും ഇനി പിന്നെ നിയന്ത്രണങ്ങളൊന്നും ലംഘിക്കാത്ത രീതിയിൽ ആ സുന്നത്തുകൾ കഴിവിന്റെ പരമാവധി പാലിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹ്, നമുക്ക് പരിശുദ്ധമായ റമദാനുമായി ബന്ധപ്പെട്ട ഫിത്ർ സക്കാത്ത്, അതുപോലെ നമ്മളൊക്കെ നിർവഹിച്ചു വരുന്ന ചെറിയ പെരുന്നാൾ നിസ്കാരം, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരുപാട് സംശയങ്ങൾ ഈ ഒരു ചാനലിലൂടെ, ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ഇവിടെ തീർന്നിരിക്കുകയാണ്. സംശയങ്ങളൊക്കെ ഇത്രയും സമയം നമ്മോട് ചെലവഴിച്ച ഉസ്താദിന് SKS അണ്ണാമലി ശാഖയുടെയും സ്വന്തം പേരിലും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടെ നേരത്തെ പറയാൻ വിട്ടുപോയി. പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു സുന്നത്താണ് തക്ബീർ ചൊല്ലുക. മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞത് മുതൽ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ ധാരാളമായി തക്ബീർ ചൊല്ലണം. നമ്മൾ സാധാരണ ചൊല്ലുന്ന വചനം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ആ തക്ബീർ ധാരാളമായിട്ട് ചൊല്ലണം. അത് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ അതിന്റെ ടൈമുള്ളൂ.
അത് കഴിഞ്ഞാൽ പിന്നെ ചൊല്ലേണ്ടതില്ല. അത് മാസപ്പിറവി കണ്ടത് മുതൽ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നവരെ നമ്മൾ അത് ചെയ്യണം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഖുതുബ, ആ ഖുതുബയുടെ തുടക്കത്തിലും ഒന്നാമത്തെ ഖുതുബയിൽ 9 തക്ബീർ, രണ്ടാമത്തെ ഖുതുബയിൽ 7 തക്ബീർ കൊണ്ടാണ് ഇത് തുടങ്ങേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു സുദിനമായി, ഒരു പെരുന്നാളായി അള്ളാഹു നമ്മുടെ ഈ പെരുന്നാളിനെ മാറ്റിത്തരട്ടെ എന്ന് വളരെ വിനയത്തോടുകൂടി ഞാൻ ദുആ ചെയ്യുകയാണ്. ഏതായാലും നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല കാര്യങ്ങളുമായി നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ പല വിഷയങ്ങളുമായി ഇനിയും നിങ്ങളുടെ മുന്നിൽ വരാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.